പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നത്. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്. അപ്പോൾ ചേട്ടാ കുടിക്കല്ലേ, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന മഗ്ഗാണെന്ന്. ഞാൻ അവനെ കുടിച്ചില്ല, കളഞ്ഞു. അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കും. എനിക്ക് ഏറ്റവും ആത്മാർത്ഥമുള്ള സുഹൃത്തുണ്ടായിരുന്നു. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ച്, സുരേഷേ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ. ഞാൻ ചേട്ടാ ഞാൻ വരാം, പായസം കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ ചെന്നു, എന്നെ വിളിച്ച് വീട്ടിൻ്റെ വരാന്തയിൽ ഇരുന്നു. പായസം എടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അരമണിക്കൂറായി, 3/4 മണിക്കൂറായി, പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്നു എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു. എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് വെട്ടിക്കൊണ്ടു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു ഇത് ഈ മേഖലയിൽ പഠിച്ചു. Own your pride. Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്? അല്ല, എന്ത് ചൂട്? ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എസികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്. പാമ്പുകളെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കിയ, പാഷനാക്കിയ മനുഷ്യൻ വാവ സുരേഷ് ചേരുന്നു. നമസ്കാരം. നമസ്കാരം. ഈ പാമ്പിനെയാണല്ലോ പിടിക്കുന്നത്. പാമ്പുമായിട്ട് ഏറ്റവും അധികം അടുത്തിടപഴകുന്നു, പാമ്പുകളുടെ മുട്ട വിരിയിക്കുന്നു, പാമ്പുകളെ ഉമ്മ വയ്ക്കുന്നു, പാമ്പുകളെ ചേർത്ത് നിർത്തുന്നു. അപ്പൊ ഇതിനെ ഒരു അറപ്പിന്റെ രീതിയിൽ കണ്ടുകൊണ്ട് മാറ്റി നിർത്തപ്പെടുക, ആ അനുഭവങ്ങളോ? അയ്യോ, നിങ്ങൾ ചോദിച്ചാൽ നമ്മൾ ഇന്ന് ഇരിക്കുന്ന ഡേറ്റ് നിങ്ങൾക്കറിയാലോ. ഇന്നലയ്ക്ക് മുന്നേ ഒരു ദിവസം ഒരാൾ പാമ്പിനെ പിടിക്കാൻ പോയി. ഞങ്ങൾ കയ്യൊക്കെ കഴുകി, ബാക്കിയുള്ള എല്ലാവരും ഷേക്ക് ഹാൻഡ് കൊടുത്തു. അവരെല്ലാം വാങ്ങി. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ കൈ തരാൻ പറ്റും, പെട്ടെന്ന് കൈ വലിച്ചിട്ട് പുള്ളി പെട്ടെന്ന് ബാക്കിലേക്ക് മാറി. ഈ കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുന്നേ, ഒരു 4 ദിവസങ്ങൾക്ക് മുന്നേ, 4-5 ദിവസങ്ങൾക്ക്, അല്ല ഒരാഴ്ചയ്ക്ക് മുന്നേ, ഞാനിതുപോലൊരു പാമ്പുള്ള അതിഥിയെ പിടിച്ചു. കൈയൊക്കെ സോപ്പിട്ട് വഴക്കൊക്കെ കഴുകി. എന്നിട്ട് അതേ എനിക്ക് 500 രൂപ തന്ന സമയത്ത് എൻ്റെ കയ്യിലേക്ക് ടച്ച് ചെയ്യാൻ സമയം പെട്ടെന്ന് മേളിൽ നിന്ന് കയ്യിലേക്ക് കൊണ്ട് തരാൻ പോയിട്ട് പെട്ടെന്ന് കയ്യിലങ്ങ് ഇട്ടു. എന്നിട്ട് പെട്ടെന്ന് കൈ വലിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ അറപ്പാട്ടും വെളുപ്പാട്ടൊക്കെ ഉണ്ടാകുന്ന പിള്ളേരെ മക്കളെ, സാധാരണക്കാരാണ് കേട്ടോ കൂടുതൽ. കൊച്ചു മക്കളെ നമ്മൾ കൈയൊക്കെ സോപ്പിട്ട് കഴുകിയിട്ടായിരുന്നപ്പോൾ നമ്മൾ കൊച്ചു മക്കൾക്ക് തൊടാൻ ചെല്ലുമ്പോൾ ഒരു പതുക്കെ കൊച്ചിന് ഇഷ്ടമില്ലാത്തതൊക്കെ ഒരു കൊച്ചിനെ ഇങ്ങനെ മാറ്റി കൊണ്ടുവന്ന സംഭവം ഒത്തിരി ഉണ്ടായി. പിന്നെ നമുക്ക് എന്താ പറയുക, നമ്മുടെ പല സ്ഥലത്തും ചെല്ലുന്നത് എനിക്ക് ഒരുപാട് ഇത് അനുഭവങ്ങളുണ്ട്. അതിൽ നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ്. നെയ്യാറ്റിൻകര പോകണ്ട, ഊരുട്ടമ്പലത്തിനടുത്ത് എവിടെയാണെന്ന് എൻ്റെ ഓർമ്മ. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയ അമ്മയാണ് കേട്ടോ. അമ്മ അന്ന് അധ്യാപികയായിരുന്നു, റിട്ടയർഡ് ആയെന്നാണ് തോന്നുന്നത്. അതേ പ്രിൻസിപ്പളാണ് മറ്റായിരുന്നു, അതേ എന്താ പറയുക, സ്കൂളിലെ HM എന്തോ ആയിരുന്നു എന്നാൽ എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ അമ്മയുടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിൻ്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ചു. ഏകദേശം എനിക്കൊന്നൊരു ഉച്ചയ്ക്ക് ഒരു 11:30 തുടങ്ങി, ഒരു 6 മണിക്കാണ് കിട്ടുന്നത്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞാൻ പണ്ടും എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു വീട്ടിൽ ഇപ്പോൾ അങ്ങനെ ആഹാരം കഴിക്കില്ല. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തരണം, അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതലേ എനിക്കതുണ്ടാകും. അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രമൊക്കെ ക്ഷീണിച്ച് വേർത്ത് ഇരുന്നു. അപ്പോൾ ഞാൻ എനിക്കിത് കുടിക്കാൻ വെള്ളം തരുമോ വെച്ചു. അപ്പോൾ കുടിക്കാൻ മക്കളെ ഇപ്പോൾ കൊണ്ടോ കുടിക്കാനില്ല. അവർ വീട്ടിൻ്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റിൽ കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നത്. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്. അപ്പോൾ ചേട്ടാ കുടിക്കല്ലേ, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം മഗ്ഗാണെന്ന്. ഞാൻ അവനെ കുടിച്ചില്ല, കളഞ്ഞു. അത് കഴിഞ്ഞ് എനിക്ക് ഏറ്റവും ആത്മാർത്ഥമുള്ള സുഹൃത്തുണ്ടായിരുന്നു, ഏറ്റവും നല്ല സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാനൊരു 10-12 വർഷം കൊണ്ട് ഞാൻ എൻ്റെ തിരുവോണം ഉണ്ണുന്നത് എൻ്റെ അമ്മയോടോ അപ്പനോടൊന്നുമല്ല. തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന ഒരു അനാഥ മന്ദിരത്തിലാണ്. അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ പ്രമാദം ഒരു ക്ഷേത്രമുള്ളൂ, ആറ്റുകാൽ ക്ഷേത്രമാണ്. സത്യം പറഞ്ഞാൽ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്ന ഭക്തജനങ്ങൾ അമ്മയ്ക്ക് 10,000-കണക്കിന് രൂപയും സ്വർണ്ണമൊക്കെ കൊണ്ട് കാണിക്കയിടാൻ പോകുമ്പോഴത്തേക്ക് ആ പോകുന്ന വഴിക്കുള്ള ഒരു അനാഥ മന്ദിരമാണ് ആനന്ദ നിലയം. അവിടെ കുറേ കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരെയൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ അവർ ദൈവത്തിനോട് കൊടുത്തിട്ട് എന്താ നേടാൻ പോകണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പാവപ്പെട്ട 10 പേർക്ക് ആഹാരം കഴിക്കാൻ ഇവിടെ കൊടുത്തിരുന്നെങ്കിൽ അത്രയും പുണ്യം എങ്ങനെയുണ്ട്. ദൈവവും അനുഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതും കൂടിയും ശ്രദ്ധിക്കണം പോകുന്ന ആൾക്കാരെന്നാണ് എനിക്ക് പറയാൻ. അപ്പോൾ ഞാൻ തിരുവോണം 10 വർഷം അവിടെയാണ് ഉണ്ണുന്നത്. അപ്പോൾ ഒരു തിരുവോണത്തിന് എന്നെ വിളിച്ച്, സുരേഷേ ഒരു കാര്യം ചെയ്യും, എൻ്റെ ഇന്നത്തെ തിരുവോണം എൻ്റെ വീട്ടിൽ. ഞാൻ വരാൻ പറ്റില്ല ചേട്ടാ, എനിക്ക് ഇതാണ് വലുതെന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ അവിടുത്തെ മക്കൾ 11:45 എന്നെ പ്രതീക്ഷിക്കും എല്ലാ തിരുവോണത്തിനും.
അപ്പോൾ ഞാൻ കഴിച്ചു. ഞാനിവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ വരാം, പായസം കുടിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെന്നു. എന്നെ വിളിച്ച് വീട്ടിൻ്റെ വരാന്തയിൽ ഇരുത്തി. ഇരുന്നു. ഞാൻ പായസം എടുക്കാമെന്ന് പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അരമണിക്കൂറായി, 3/4 മണിക്കൂറായി, പായസം കണ്ടില്ല, ആരെയും കാണുന്നില്ല. അപ്പം ഞാൻ വെറുതെ എഴുതി അടുക്കളയിലേക്ക് പോയി. അപ്പോൾ അവർ അകത്തുണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ ഗ്ലാസ്സുകളെല്ലാം ഇങ്ങനെ ഒരു 100ഓളം ഗ്ലാസ്, 10-50ഓളം ഗ്ലാസ്സെല്ലാം വീടിനകത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ മോനെ മാത്രമല്ല, മോൻ വെളിയിൽ നിന്ന് ഓടി വരുന്നു, ബാക്കിൽ കൂടെ ഓടി. മോൻ ബാക്കിലത്തെ എവിടെയോ ഒരു കടയിൽ പോയി ഡിസ്പോസിബിൾ ഗ്ലാസ് കൊണ്ടുവന്നു എനിക്ക് പായസം തന്നു. അപ്പോൾ ഞാനത് കുടിച്ചു. എനിക്ക് മനസ്സിലായി അങ്ങനെയാണ്. അപ്പോൾ ഞാൻ ആ ഡിസ്പോസിബിൾ ഗ്ലാസ് തന്നെ കുടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ അത് കളയാതെ മടക്കി എൻ്റെ പോക്കറ്റിട്ട് വെട്ടിക്കൊണ്ടുവന്ന് ഞാൻ ഡിസ്പോസ് ചെയ്തു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ടായിരുന്നു ഇത് ഈ മേഖലയിൽ. പക്ഷെ അതൊന്നും എനിക്ക് അവരുടെ ഇടുങ്ങിയ മനസ്സായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആ കാലഘട്ടത്തിൽ പാമ്പിനുള്ള അറപ്പോ വെറുപ്പോ ഒക്കെ ആയിരിക്കാം. അതുകൊണ്ട് അതൊന്നും ഞാൻ വലിയ സംഭവമായിട്ട് കാണാറില്ല. ഒരുപാട് അനുഭവമുണ്ട് അവർക്ക്. പോട്ടെ. ഈ പാമ്പുകളെ പാഷനാക്കുക, അല്ലെങ്കിൽ പാമ്പ് പിടുത്തം ഒരു ലഹരിയായിട്ട് ജീവിതത്തിൽ കൊണ്ട് നടക്കുക, അതുകൊണ്ട് നഷ്ടങ്ങൾ മാത്രമാണോ സംഭവിച്ചിട്ടുള്ളത്? ലാഭം എന്ന് പറഞ്ഞാൽ എന്താ ലാഭമുള്ളത്? ജീവിതം മൊത്തം നമുക്ക് എല്ലാ നഷ്ടങ്ങളല്ലേ ഉള്ളൂ. നമ്മുടെ സ്വപ്നത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. നമ്മളെപ്പം തിരക്കിലായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും, ഞാൻ മാത്രമല്ല, നിങ്ങളെല്ലാവരും. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ നഷ്ടം എന്ന് പറഞ്ഞാൽ കണക്കുകളില്ല, അത്രയ്ക്ക് നഷ്ടമാണ്. കാരണം വെച്ചാൽ ഞാൻ ഒരു അതിഥിയെ പിടിക്കാൻ പോകുന്ന സമയത്ത് വണ്ടിക്കൂലി ഒരു മുതലാവാറില്ല. പിന്നെ ചെറുപ്പം മുതൽ ഞാൻ ഇതൊരു എന്താ പറയുക, ഒരു തമാശയായിട്ടാണ് ആദ്യം തുടങ്ങി, ഒരു കോമഡി. അതൊരു അവനെ കമ്പോസ് തട്ടി നോക്കി, അത് കുഴപ്പമൊന്നുമില്ല, അത് ചുമ്മാ അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ എനിക്ക് ചിരി തോന്നി. എൻ്റെ ചെറുപ്പത്തിൽ വീട്ടുകാരൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചൊരു കഥയിൽ ഒരു നായകൻ ഇങ്ങനെ ഒരു എന്തോ പോലെ നിൽക്കുന്നതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ തോന്നി, അതൊരു പാഷനാക്കി. നഷ്ടങ്ങളെന്ന് പറഞ്ഞാൽ കണക്കുകൾ നിരത്താൻ പറ്റാത്തൊരു നഷ്ടമുണ്ട്. കുടുംബത്തിനായിരുന്നു. ഇപ്പോൾ എനിക്കൊരു അമ്മയ്ക്കൊരു അസുഖം വന്നു, എനിക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അച്ഛനൊരു അച്ഛനിപ്പോൾ ക്യാൻസറായിട്ട് കിടന്നിട്ട് എനിക്ക് നോക്കാൻ പോലും പറ്റിയില്ല. ഞാൻ എപ്പോഴും ഇതൊരു ലഹരിയായപ്പോൾ എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് ഇതാണെന്ന് ചിന്തിച്ചിങ്ങനെ കൊള്ളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛന് ഞാൻ വേറെ വെളിയിൽ നിന്ന് ആൾക്കാരെ വെച്ച്, സേവനയിൽ നിന്നൊക്കെ ആൾക്കാരെ വെച്ചാണ് അച്ഛനെ നോക്കി. അപ്പോൾ ഇപ്പോൾ അനിയത്തി ട്രീറ്റ്മെൻറ്റിലാണ്. കിഡ്നിയുടെ പ്രശ്നങ്ങൾ, 2 കിഡ്നിയും ഫെയിലിയറായിട്ട് ട്രീറ്റ്മെൻറ്റ്. ഹാർട്ടിൻ്റെ പമ്പിങ്ങിന് കുറവുണ്ട്, ഷുഗർ വളരെ കൂടുതലാണ്, കണ്ണിന് കാഴ്ച കുറഞ്ഞു. അപ്പോൾ ഇതിനെല്ലാത്തിനും ഞാൻ തന്നെ 2 ചേട്ടന്മാർ എനിക്ക് വേറെയുണ്ട്. പക്ഷെ അവർ എന്താണെന്നറിയില്ല, അവരുടെ മനസ്സെങ്ങനെയാണല്ലോ, അവർക്ക് സമയത്തിന് നോക്കാനൊന്നും അവർ സത്യം പറഞ്ഞാൽ ഇത് പറയാൻ പാടില്ല, എന്നാലും വിഷമം കൊണ്ട് പറയുകയാണ്. ഇന്നലെ നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുന്നേ ഇന്നലെ ഞാൻ നാട്ടിലില്ല. എൻ്റെ അനിയത്തി പെട്ടെന്ന് ദേഹം തളർന്ന് വീണു. പ്രഷർ എന്താ പറയുക, ഹാർട്ടിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട്, കിഡ്നി പ്രശ്നമുള്ള, പെട്ടെന്ന് തളർന്ന് വീണു. ഇരുന്നിരിപ്പിന് അതിന് അനിയത്തി ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ 2 ചേട്ടന്മാരെ മാറി വിളിച്ചു. രണ്ടുപേരും ഒരാൾ വീട്ടിൽ കെട്ടിൽ കിടന്നുകൊണ്ട് ഫോൺ എടുത്തിട്ട് പറഞ്ഞ് ഞാൻ ഓട്ടത്തിലാണെന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഫാൻ്റെ. അപ്പോൾ അതൊക്കെ മാനസികമായിട്ട് വിഷമങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തുറന്നത്. ആളുകൾ വിചാരിക്കുന്നത് വെച്ചാൽ ബാബാതുരേജ് എന്തോ വലിയ സംഭവമാണ്, വലിയ എന്തൊക്കെയാണ്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റിയില്ല എന്നല്ല. അപ്പോൾ ഇന്നലെ കൊണ്ടുപോകാൻ പറ്റില്ല. 2-3 മണിക്കൂർ ആ സൗകര്യം ബോധമില്ല കിടന്നിട്ട്, പിന്നെ അത് അടുത്തുള്ള കുഞ്ഞമ്മയുടെ മോനൊക്കെ എടുത്ത് കിടത്തി റിക്കവറായി കിടക്കുന്ന ഒരു കുഴപ്പം. ഇന്ന് വൈകിട്ട് എനിക്ക് കാർഡിയോ ഡോക്ടറിനെയും കിഡ്നിയുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഡോക്ടറെ കണ്ടു പോകാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിന്ന് കോളൊന്നും വന്നിട്ട് പോകാതെ നിങ്ങൾക്ക് വേണ്ടി മാത്രമേ സമയം മാറ്റി വെച്ചു എന്നാണ്. അപ്പോൾ ഇങ്ങനെ നഷ്ടങ്ങൾ, അപ്പോൾ അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ എനിക്ക് പെട്ടെന്ന് ഓടിയെത്താൻ പറ്റും. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും ഒരു പാമ്പിനെ പിടിക്കാൻ കുറച്ച് ദൂരത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു മതിൽ ഇടിക്കേണ്ടി വരും. അപ്പോൾ ഒരുപാട് സമയമെടുക്കും. എനിക്കിവിടെ ഹോസ്പിറ്റലിൽ വന്നാൽ എനിക്ക് പെട്ടെന്ന് ഇവിടെ ഓടിയെത്താൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. അമ്മയ്ക്ക് സുഖമില്ലായ്കയുണ്ട്. അപ്പോൾ അത് പിന്നെ എൻ്റെ സുഖമില്ലായ്കൾ ഞാൻ കണക്ക് കൂട്ടാറില്ല, ഒരിക്കലും കണക്ക് കൂട്ടും. കാരണം എനിക്കിപ്പോൾ അറിയാമല്ലോ, ഞാനിപ്പോൾ ഈ യാത്രയ്ക്കിടയിൽ എനിക്കൊരു 8-9 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ പത്തനംതിട്ടയിൽ മലയാളപ്പുഴ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിലൊരു വീട്, അവർക്ക് വീട് സെയിൽ ചെയ്യണം. സെയിൽ ചെയ്യാനായിട്ട് വാങ്ങാനായിട്ട് ആൾ വരുമ്പോൾ പരസ്യം കൊടുക്കും. ആൾ വരുമ്പോൾ ഒരു പാമ്പ് അതിഥി ഇങ്ങനെ അപ്പുറത്ത് നിന്ന് ഇഴഞ്ഞ് നേരെ ഇപ്പുറത്ത് വന്നത്. അവർ വീട് പാമ്പ് ഉള്ളതുകൊണ്ട് വീട് വാങ്ങാതെ പോകുമ്പോൾ അടുത്ത ആൾ വരുമ്പോൾ സെയിം ഇദ്ദേഹം വീണ്ടും അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് വന്നത്. അങ്ങനെ ഇവർ പറഞ്ഞു ആരോടും പറയാതെ ചേട്ടാ നമുക്കതിന് പിടിക്കണം. അങ്ങനെ ഞാൻ ഇന്ന് വൈകിട്ട് പോയി മതിൽ പൊളിക്കാൻ തുടങ്ങി. ഞാൻ ആരും അറിഞ്ഞില്ല. നാളെ രാവിലെ 11 മണി വരെ ആ പണി ചെയ്തുകൊണ്ടിരിക്കുക. മതിലിൻ്റെ അടിയിലാണ്, ബേസ്മെന്റ് റോഡിന്റെ സൈഡ് വാളിന്റെ അടിയിലാണ് കയറുന്നത്. 24 മണിക്കൂർ മതിൽ പൊളിച്ചോണ്ടിരിക്കുക. അത് ഇന്ന് വൈകിട്ട് 5-6 മണിക്ക് തുടങ്ങിയ പണി ഒരാളും എന്നെ കണ്ടില്ല.
ഞാൻ ആ മതിൽ ഹൈറ്റുള്ള അതിൻ്റെ അടിയിൽ നിന്ന് മതിൽ പൊളിച്ച് പിറ്റേന്ന് രാവിലെ 11 മണിയായപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം, ഉറങ്ങിയിട്ടില്ല, എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. അപ്പം ഞാൻ ചേട്ടാ എനിക്ക് ഒരാളിനെ ഇവിടെ കിട്ടുമെന്ന് വെച്ചു. അങ്ങനെ പുള്ളി 10:30-11 മണിയായപ്പോൾ ക്ഷേത്രത്തിനടുത്തുള്ള പൊക്കം കുറഞ്ഞിട്ടുള്ള ഒരാളിനെ വിളിച്ചിട്ട് വന്ന് പുള്ളി ഇറങ്ങി ഒരു കല്ലെടുത്തിട്ട് കല്ല് പൊങ്ങുന്നില്ല. അപ്പോൾ ഞാൻ പുള്ളിയെ കയറാൻ പറഞ്ഞു. അപ്പോൾ സൈഡ് എന്ന് വെച്ചാൽ റോഡിൻ്റെ സൈഡ് വേണം. അപ്പോൾ അവിടെ കല്ല് കല്ല് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പോർഷൻ ഇടിച്ച് വെച്ചിരിക്കണം. അതിൻ്റെ മുകളിലൊരു സ്തൂപമുണ്ട്. അതിലൊരു കയറ് കെട്ടിയിട്ടൊരു പേര അങ്ങോട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ കയറാൻ പറഞ്ഞു. പുള്ളിക്കാരെ ഞാനങ്ങ് ഇറങ്ങുകയും ചെയ്തു. പുള്ളി ഈ കയറ് തൂങ്ങി കയറുകയും ചെയ്തു. അപ്പോൾ അവിടം വെച്ച് പാറ ഇടിഞ്ഞ് എൻ്റെ നടുവിൽ കിടക്കും. ഞാൻ പാറയ്ക്കടിയിലായി. എന്നിട്ട് ഇവിടെ 3 പൊട്ടലുണ്ടായിരുന്നു, ഇവിടെ ഒരു പൊട്ടലുണ്ടായിരുന്നു. ഈ 4 പൊട്ടലോട്ട് അവരെന്നെ പത്തനംതിട്ട ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു എനിക്ക് പെയിൻ കില്ലർ എടുത്ത് നേരെ അവിടെ നിന്ന് ഞാൻ ആംബുലൻസ് വിളിച്ചിട്ട് വേണ്ട മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. എത്രയോ മാസം റെസ്റ്റ്. ഒരാളൊരു എന്താണെന്ന് ചോദിച്ചിട്ടില്ല. വീട്ടുകാർ പിന്നെ വിളിച്ചിട്ടേ ഇല്ല, എങ്ങനെയുണ്ടെന്നൊന്നും ചോദിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ അവസ്ഥ. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ കോട്ടയത്തൊരു അതിഥി എടുത്തിട്ട് പറഞ്ഞെങ്കിൽ പോത്തൻകോട് വെച്ച് ഞാൻ ഇങ്ങോട്ട് വരുന്നു. ഇവിടുന്ന് അങ്ങോട്ട് ഒരു കുട്ടി എന്താ പറയുക SIT നിന്ന് കുട്ടിയുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കുട്ടിയും തള്ളയും അതിൻ്റെ മുത്തശ്ശിയും കൂടെ കൊണ്ടൊരാൾ കാറിൽ അങ്ങോട്ട് വന്നു. പുള്ളി സ്പീഡിൽ വന്ന് ഞങ്ങളുടെ സൈഡിൽ കയറി ഞങ്ങളെ ഇടിച്ച്. ആ കാർ ഇടിച്ചിട്ട് എനിക്ക് മൂക്കിൻ്റെ പാലവും പൊട്ടി, എൻ്റെ നട്ടലിന് 3 പൊട്ടലുണ്ടായി. അത് കഴിഞ്ഞ് ഏകദേശം അതും കുറച്ച് ദിവസം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടുന്ന് രാവിലെ കോട്ടയത്ത് പാമ്പാടിയിലേക്കൊരു അതിഥിയെ പിടിക്കാണ്ട് ഇപ്പോൾ ഒരു കൊറോണയ്ക്ക് ശേഷം പോകുന്ന വഴിക്കാണ് തട്ടത്ത് മല വെച്ച് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ട് ഒരു ലേഡി കാറ് കൊണ്ട് ഒരു തിട്ടയിലിടിച്ച് തിരിച്ചു വന്നപ്പോൾ അതിലിടിക്കാതെ ഞങ്ങൾ KSRTC സൂപ്പർ ഫാസ്റ്റിൻ്റെ അടിയിൽ ഇപ്പോൾ ഇടിച്ച് കയറി. അതും എനിക്ക് 3 പൊട്ടലുണ്ടായിരുന്നു നടുവിൽ. അത് കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞാണ് ഞാൻ കോട്ടയത്തേക്ക് പാമ്പിനെ പിടിക്കാൻ പോകുന്നത്, കുറിച്ചിയിൽ. ആ 3 ദിവസം എനിക്ക് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, ഇവിടെ എല്ലാം ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, കഴുത്തിൽ കോളർ ഇട്ടിട്ടുണ്ട്, ഒക്കെ ചെയ്തിരിക്കുമ്പോൾ ഞാൻ കാറിൽ ഇതെല്ലാം അടിച്ചു വെച്ചിട്ടാണ് പാമ്പിനെ പിടിക്കാൻ ഇറങ്ങുന്നത്. അത് പിടിക്കുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് പിടിച്ച് നിവരാൻ പറ്റിയില്ല. അപ്പോഴാണ് തുടയിലേക്ക് കടിക്കുന്നത്. അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് അവസാനത്തെ കടി അതല്ല, അതിനുശേഷം വീണ്ടും 3 കടിയുടെ കിട്ടി. ആ 3 കടിയും നല്ല കടികളായിരുന്നു. ഒന്ന് ഇവിടെയായിരുന്നു, ഇതിങ്ങനെയായിരുന്നു. അപ്പോൾ ലേറ്റസ്റ്റ് ഇവിടെയായിരുന്നു ലാസ്റ്റ് കടി. കോട്ടയത്തെ കടി ഇവരെ എല്ലാവർക്കും അറിയാം. അതിനുശേഷം 3 കടിയുണ്ടായി. ആരോടും പറഞ്ഞില്ല. അപ്പോഴെനിക്ക് ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞാൽ ഞാൻ വിഷമമൊന്നും എനിക്കില്ല. ഈ കഴിഞ്ഞ അവസാനത്തെ കടി കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ കയ്യിലോ നമ്മുടെ ബാങ്കിലോ അക്കൗണ്ടിൽ കയ്യിലോ പൈസയോ ഉണ്ടെങ്കിൽ എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ആരും ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് ആ ലാസ്റ്റ് കടിയാണ് മനസ്സിലായത്. കാരണം ഞാൻ പറയാൻ കാരണം, ഈ കടിയിട്ട് ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ്. ഞാൻ ആരോടും പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നഴ്സുമാർക്ക് അടുത്ത സ്റ്റാഫുകളുടെ ബന്ധുക്കൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റുന്ന റൂമിലാണ് ഞാൻ കിടന്നത്. അപ്പോൾ എനിക്ക് രാവിലെ കഴിക്കാൻ മരുന്നെടുക്കണം. അപ്പോൾ രാവിലെ കാപ്പി കുടിക്കണം. അപ്പോൾ ഞാൻ പലരെയും വിളിക്കും രാവിലെ. അപ്പം ചേട്ടാ ഞാൻ ഇന്നടത്ത് നിൽക്കുകയാണ്, തിരക്കിലാണ്, ഇന്നടത്ത് നിൽക്കുക. അപ്പോൾ ഞാൻ ശല്യപ്പെടുത്താൻ പോയി. അപ്പോൾ ഉച്ചയ്ക്ക് ആരെങ്കിലും വിളിച്ച് ഫുഡ് വാങ്ങിക്കുമ്പോൾ രാവിലത്തെ മെഡിസിനും കൂടെ ഉച്ചയ്ക്ക് കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞാൻ മുന്നോട്ട്. നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ ഇരിക്കുമ്പോൾ ഞാൻ 3-4 ദിവസം കൊണ്ട് തിരക്കാണെങ്കിൽ ഞാൻ 4 ദിവസങ്ങൾക്ക് മുന്നേ ഒരു 5 ദിവസം, ഈ കഴിഞ്ഞ ഞായറാഴ്ചയോ ശനിയാഴ്ചയാണെന്ന് എനിക്ക് തോന്നുന്നത്, എൻ്റെ കയ്യിൽ ഈ യാത്ര കഴിഞ്ഞപ്പോൾ എൻ്റെ 5 പൈസയില്ല. എൻ്റെ അവിടെ 10 രൂപയോ 12 രൂപയോ ഉള്ളൂ. എൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം പറയാം, ഒരു നിവൃത്തിയില്ല. പിറ്റേന്ന് എനിക്ക് വെളിയിൽ ഇറങ്ങണമെങ്കിൽ കഴിക്കാനെങ്കിലും പൈസ വേണം. ഞാനൊരു ഓട്ടോ പിടിക്കണമെങ്കിൽ ഓട്ടോയ്ക്ക് ചാർജ് കൊടുക്കണം. അപ്പോൾ എൻ്റെ ഒരു പൈസയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പുറത്ത് പോകണ്ട. തലേ ദിവസം രാത്രി ഞാൻ പുറത്ത് വന്നപ്പോൾ ഓട്ടോയിലിരുന്ന് കുടിക്കാൻ വേണ്ടി വാങ്ങിച്ച ഒരു ബോട്ടിൽ മിനറൽ വാട്ടർ ഉണ്ടായിരുന്നു. ആ മിനറൽ വാട്ടർ എനിക്ക് വിശക്കുമ്പോൾ ഞാൻ ഓരോ കവള അല്ലെങ്കിൽ 2 കവള് കുടിച്ച് ഞാൻ അന്ന് രാത്രി 24 മണിക്കൂർ ഞാൻ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ഒരു കോൾ വന്ന് പുറത്തിറങ്ങി, കോളിൻ്റെ പുറകെ. ഇതാണ് അവസ്ഥ. ആളുകൾ കാണുന്നതൊന്നും അല്ല നമ്മുടെ ജീവിതം. നമ്മളൊന്ന് ഇത് പുറത്ത് പറയാൻ നമ്മൾ മടിക്കും. നമ്മളെന്തായാലും എല്ലാവരും കാണിക്കും നമുക്ക് ഇത്രയേ ഉള്ളൂ, ഇത് നമുക്ക് ആപ്പിൾ ഇത്ര കാശേ നമ്മൾ പെരുമയായിട്ട് കുറേ നല്ല രീതിയിൽ പറഞ്ഞ് നമുക്ക് ഭയങ്കര സംഭവമാണെന്നൊക്കെ കാണിക്കുന്നതുകൊണ്ടാണ് പലരും കാര്യങ്ങൾ അറിയാതെ പോകും. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പിറകെ പോയിട്ട് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു. പിന്നെ എന്താ പറയുക, ശാരീരികമായിട്ടൊരു പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നമുക്കറിയില്ല, കടികൾ കിട്ടുന്ന സമയത്ത് ഉണ്ടാകുന്നത് മാത്രമല്ല, നമ്മളടുത്ത് പണിയാൻ പോകുമ്പോൾ ഇന്നലെയും അതൊരു സ്ഥലത്ത് പാമ്പിനെ പിടിക്കാൻ പറ്റി വെട്ടിക്കളയ്ക്കേണ്ട ഒരു 2-3 മണിക്കൂർ വെട്ടിക്കളയ്ക്കേണ്ടത് അത്രയും ഞാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഒരു മതിലിൻ്റെ അടി, എനിക്ക് തോന്നുന്നു 2 ആഴ്ചയായിട്ടുണ്ട്, ഒരു പാമ്പിനെ പിടിക്കാൻ മതിലിൻ്റെ അടി ഇത് മുഴുവനും ഞാൻ പൊളിക്കേണ്ടത്. ഇന്ന് ഉച്ചയ്ക്ക് 2:30 തുടങ്ങുന്ന പണി ഇന്ന് രാത്രി വെളുപ്പാങ്ങൽ 2:30 വരെ ഞാൻ ഒറ്റയ്ക്ക് പണി ചെയ്തു എന്നുള്ള ഒരാൾ സഹായിക്കാൻ പറ്റും. പിന്നെ മീഡിയ വരാത്ത അത് കിട്ടിയില്ല നമുക്ക് ആ പാമ്പിനെ. പിന്നെ ചാനലിൽ പറഞ്ഞെങ്കിൽ ഞാൻ പങ്കെടുക്കുന്ന സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിൽ അവരുണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുള്ളൂ. പക്ഷെ അവരുണ്ടെങ്കിൽ ഇത്രയും സമയത്തേക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ, കുറച്ച് സമയമല്ലേ കാണുന്നുള്ളൂ. 5-6 മണിക്കൂർ ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ അധ്വാനിച്ചിട്ടും ആളുകൾ കേൾക്കുന്നത് എന്തോ എന്താ പറയുക വലിയ സംഭവമാണ്, നമുക്കൊക്കെ ഭയങ്കര സാമ്പത്തികമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട് ജപ്തിയാണ്.
എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും താമസിക്കുന്ന സ്ഥലം, അച്ഛൻ മരിച്ചു, അമ്മയും അനിയത്തിയും മാത്രമേ വീട്ടിലുള്ളൂ. ആ വീട് 15-20 വർഷങ്ങൾക്ക് മുന്നേ ലോൺ എടുത്ത വീടാണ്. അത് ജപ്തിയാണ്. ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി കഴിഞ്ഞ പിന്നെ മന്ത്രിയൊക്കെ പോയി കണ്ടത് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിരിക്കും. ഇനി 2 മാസത്തിനകത്ത് അത് അടച്ചു തീർക്കും. ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ ഇത് ആളുകൾ വിചാരിക്കുന്നത് പാവയ്ക്ക് ഇന്നാൾ ഞാൻ കടയിൽ പോയി പറഞ്ഞു പാവയ്ക്ക് ഞാൻ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തൊരു വലിയ ഒരു 2 നില വീടുണ്ട്. പാര പുതിയതായിട്ട് വാങ്ങി എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ വീട് വസ്തു വാങ്ങി വെച്ചാണ്. അവിടെ ആ വാവ സ്ട്രീറ്റിൻ്റെ വീട്, വാവ സ്ട്രീറ്റ് ആ വീട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നും ആ ഓലയിട്ട വീട്ടിലാണ്. എൻ്റെ അമ്മയും അനിയത്തിയും ഞാൻ ലോഡ്ജിലാണ്. ഞാൻ 7 വർഷം കൊണ്ട് മെഡിക്കൽ കോളേജ് ലോഡ്ജിലാണ്. അത് വേറൊന്നും കൊണ്ടല്ല. ഇപ്പം ഞാൻ രാത്രി 1 മണിക്കോ 2 മണിക്കൊക്കെ എനിക്കൊരു കോൾ വന്നു. ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പം എൻ്റെ അമ്മ പ്രായമായ ആളാണ്, അനിയത്തിക്ക് വയ്യായിരിക്കുന്ന ആളാണ്. അപ്പം ഞാൻ വന്ന് ഗേറ്റ് തുറക്കുമ്പോൾ എനിക്ക് വീട്ടിൽ നായുണ്ട്, അവർ കുരയ്ക്കും. അപ്പോൾ ഇവർ മരുന്ന് കഴിച്ചിട്ടായിരിക്കും കിടക്കുന്നത്. അത് ഇവർക്ക് ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് ഞാൻ ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതെ ഞാൻ ലോഡ്ജിലേക്ക് മാറി. അപ്പോൾ എനിക്ക് പക്ഷേ എപ്പോൾ ആണെങ്കിലും വരാം, എപ്പോൾ ആണെങ്കിലും പോകാം, ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് ഞാനിതിൽ മുന്നോട്ട് പോയത്. ഇതുകൊണ്ട് ഇപ്പോൾ ഒരു കോൾ വന്നില്ലെങ്കിലും ടെൻഷൻ, ഒരു കോൾ വന്നില്ല, അന്നത്തെ വിളിച്ചാൽ തല്ലിക്കൊന്നോ. പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് എന്താ പറയുക, ഈ ഒരു ചെറിയൊരു തട്ടുകടയിൽ കൂടി ഞാൻ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് വൈകുന്നേരം 6 മണി മുതൽ ഒരു 1 മണി 2 മണിയാവും അത് കഴിയുമ്പോൾ. അപ്പം പാമ്പിനെ പിടിക്കാൻ പോലും ഞാൻ വെളുക്കുന്നേരം യാത്ര ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിലും അത് ചെയ്യുന്നുണ്ട്. പക്ഷെ സാറിനൊരു 10 പൈസയുടെ വരുമാനം ഇതിനകത്തില്ല. ഒന്നുമില്ല, കടങ്ങളും മാത്രമല്ല. ഞാനിപ്പോൾ എൻ്റെ വണ്ടി നിങ്ങൾ പറയുന്നുണ്ട്, എനിക്കൊരു സ്പോൺസേർഡ് ആയിട്ടൊരു വണ്ടി കിട്ടി. സ്പോൺസർ പറഞ്ഞാൽ ഒരു പഞ്ചാണ് കിട്ടിയത്, ടാറ്റ പഞ്ച് കിട്ടി. മൈലേജൊന്നും ഇല്ല, അറിയാമല്ലോ, പെട്രോൾ വണ്ടിയാണ്. എന്നിട്ട് ഞാനിപ്പോൾ ഒരു 2 വർഷവും 2 മാസവും കൊണ്ട് 1,15,000 കിലോമീറ്റർ ഓടി. 18,000 20,000 കിലോമീറ്റർ ഓടും. ആ സമയത്താണ് എൻ്റെ വണ്ടി ഓടി കിട്ടുന്ന ആൾ വട്ടപ്പറയുള്ള ചെറുപ്പക്കാരനാണ്. അപ്പോൾ അദ്ദേഹം വണ്ടിയായിട്ട് എൻ്റെ അനിയത്തിയെ കൊണ്ട് ഞാൻ ലേസർ ചെയ്യാനായിട്ട് കണ്ണ് ഹോസ്പിറ്റലിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എന്നെ വിളിക്കാനായിട്ട് പറഞ്ഞ വഴിക്ക് മണ്ണന്തല വെച്ച് അദ്ദേഹത്തിൻ്റെ ഈ വണ്ടിയുടെ പുറകിൽ KSRTC വന്ന് ഇടിച്ചു. KSRTC ഇടിച്ചിട്ട് ബാക്ക് അത്രയും ചപ്പിപ്പോയി. അപ്പോൾ എനിക്ക് 2 വർഷമായതുകൊണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് എനിക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പോൾ ആ വണ്ടിയുടെ ഡ്രൈവർ പറഞ്ഞു, അങ്ങനെയാണ് ഇങ്ങനെയാണ് ചേട്ടാ, എനിക്ക് ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ്. ഞാൻ ശരി, പരാതിയില്ല എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്ത് വണ്ടി എടുത്ത് വർക്ക്ഷോപ്പിൽ വിട്ടു. വണ്ടി നന്നാക്കണേ 3 ലക്ഷത്തിൽ കിലോമീറ്റർ. അതങ്ങനെ നടക്കുന്നു. എനിക്കൊരു ചെറിയ സ്കൂട്ടറുണ്ട്. എൻ്റെ സ്കൂട്ടർ പണ്ട് എനിക്ക് പണിയായിരുന്ന സമയത്ത്, ആക്സിഡൻ്റ് ആയ സമയത്തൊക്കെ എനിക്ക് ആൾക്കാർ നന്നാക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ അത് വീണ്ടും വർക്ക്ഷോപ്പിലാക്കി വെച്ചിട്ടുണ്ട് ഏകദേശം 2 വർഷത്തോളം. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ, ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പൈസ കിട്ടാതെ വന്ന സമയത്ത് പലരിൽ നിന്നും കടം വാങ്ങിച്ച് സഹായം ചെയ്തു പലർക്കും. അപ്പോൾ അതൊരു വലിയ ബാധ്യതയായി മാറി, ഭയങ്കരമായിട്ടൊരു ബാധ്യത. ഞാൻ ഒരു 3.5 കോടി 4 കോടി 3.5 കോടിയിലേറെ രൂപയ്ക്ക് ഞാൻ സേവനം ചെയ്തു. അതെല്ലാം പലരിൽ നിന്നും വാങ്ങിയ പൈസ ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് വഴി കിട്ടിയ പൈസ ഉണ്ട്, അവാർഡ് കിട്ടിയ പൈസ ഉണ്ട്, ഞാൻ സഹായിച്ച പൈസ ഉണ്ട്. പലരും എന്നെ സഹായിക്കാൻ പലരും എനിക്ക് തരാറുണ്ട്. പക്ഷേ ഞാനതൊന്നും എടുത്ത്, നിങ്ങൾക്ക് എൻ്റെ വീട് കണ്ടാൽ അറിയാം, ഞാൻ ഒരു പൈസ എൻ്റെ വീട്ടിലേക്ക് കൊണ്ട് ചിലവാക്കിയിട്ടില്ല. കടങ്ങൾ വാങ്ങി സേവനം. ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ വാട്സപ്പിന് മൊബൈൽ അവിടെ ഇവിടെ കിടപ്പുണ്ട്, ഞാൻ എടുത്ത് കഴിഞ്ഞ് കാണിച്ചാണ്. ഇന്ന് കല്യാണത്തിന് സഹായിക്കണമെന്ന് പറഞ്ഞ ഒരു പാലക്കാട് നിന്ന്, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, കുട്ടിയുടെ കല്യാണം അടുത്ത ഏപ്രിൽ 11-ാം തീയതി ആ ഒരു കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു നിവൃത്തിയില്ല, കല്യാണത്തിന് എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഞാനിത് എൻ്റെ സുഹൃത്തുക്കളായ പലരോടും പറയും. അപ്പോൾ അവരാരെങ്കിലും ചെയ്തു കൊടുക്കുന്ന പ്രതീക്ഷിക്കും. അതിനിടയ്ക്ക് ഒരു കല്യാണം നടന്നതിൽ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്കെന്ന് വെച്ചാൽ ഇപ്പോൾ സഹായിക്കുന്ന ഞാൻ യൂട്യൂബ് വല്ല പ്രൈവറ്റ് വലിയ ലോക്കൽ മീഡിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുറത്തേക്ക് യൂട്യൂബിലെങ്ങനെ പോയി കഴിഞ്ഞാൽ ആൾക്കാർ സഹായിക്കണം കൊണ്ട് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്കൊരു മടി, ചോദിച്ചാൽ ഒരു ബുദ്ധിമുട്ടല്ലേ. എന്നിട്ട് എനിക്ക് സുഖമില്ല, അല്ലെങ്കിൽ എൻ്റെ ആർക്കെങ്കിലും സുഖമില്ല എന്നും പറഞ്ഞ് ഞാൻ പലരെയും നിന്ന് വാങ്ങി പലരെയും സഹായിച്ചു. അതൊരു വലിയ ബാധ്യത എനിക്കിപ്പോൾ, വലിയ കിടന്നാൽ എനിക്ക് ഉറക്കമില്ലാത്തത് അതുകൊണ്ടാണ്. എത്ര ലക്ഷത്തിൻ്റെ ഉണ്ട്? അതൊക്കെ ഒരുപാട്. എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1.5 കോടിക്ക് മേളിലുണ്ടായിരുന്നു. ഒക്കെ ഞാൻ കുറേയൊക്കെ റിയൽ എസ്റ്റേറ്റ് കുറേ വീടി. ഇനി എനിക്കൊരു 50-ന് മേളിൽ വരണം. കണക്കെനിക്കറിയില്ല. ഇനി എല്ലാം കൊടുത്ത് വീടണം. വീടിയിട്ട് എനിക്ക് എന്തെങ്കിലും സമയമായിട്ട് എനിക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റുമോ. ഇനിയിപ്പോൾ എനിക്ക് അനിയത്തിയുടെ ട്രീറ്റ്മെൻറ്റ് ഒരു വലിയ ബാധ്യതയാണ്. അത് ഒരു ഭയങ്കര ബാധ്യതയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ. അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇത് കൊണ്ടുപോയി പറഞ്ഞ് നടക്കണം. ഇപ്പം ഞാൻ ഒരു 6 മണി മുതൽ ഒരു 1 മണി വരെ ഒരു തട്ടുകടയിൽ, എൻ്റെ സുഹൃത്തുക്കൾ തുടങ്ങിയ തട്ടുകടയിൽ സപ്ലയറായിട്ട് പോകുന്നുണ്ട്. അതിന് വേതനം കിട്ടുന്നു? അതിന് വേതനം ഞാൻ വാങ്ങിയിട്ടില്ല, അവർ തരും. അവർക്ക് ലാഭം വരും. ഇപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പോൾ ഒരു 5 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഫുൾ ടൈം അവിടെ നിൽക്കാറുണ്ട്. രാവിലെ വൈകിട്ട് 6 മണി മുതൽ 6-7 മണി മുതൽ 1 മണി 2 മണിയാവും. അതിനിടയ്ക്ക് അടുത്തെങ്ങനെ കോൾ പറഞ്ഞാൽ ഞാൻ പോയിട്ട് വരും പെട്ടെന്ന്. അപ്പോൾ തിരക്കും കുറവില്ല. തട്ടുകടയൊക്കെ ആകുമ്പോൾ നമുക്ക് അറിയാമല്ലോ, നമുക്ക് തട്ടുകടയൊക്കെ അതിൻ്റേതായ ഒരു, അപ്പോൾ നമുക്ക് പട്ടത്തുനിന്ന് മരപ്പാലത്ത് നിന്ന് കവടിയാറിലേക്ക് പോകുന്ന മേലോട്ട് കഴിഞ്ഞാൽ ഒരുപാട് കടകളുണ്ട്. അപ്പോൾ ഇത് തന്നെ നമ്മൾ റോഡ് സൈഡിലാണ് വെച്ചേക്കുന്നത്. എപ്പോഴെങ്കിലും എടുത്ത് മാറ്റേണ്ടി വരും. പെർമിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് റോഡ് സൈഡിലേ, അതൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ എടുത്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊന്നും ആവത്തില്ല.
പിന്നെ പാമ്പിൻ്റെ പുറകെ പോയിട്ട് കാര്യമൊന്നുമില്ല. അവൻ്റെ പുറകെ പോയിട്ട് വെച്ചാൽ ഞാൻ മെനിങ്ങാന്നെന്ന് പറഞ്ഞൊരു ദിവസം 2400 ഞാൻ ഓട്ടോറിക്ഷ ഓടി. ഒരു പൈസ എനിക്ക് വരുമാനം ഉണ്ടായില്ല. ഞാൻ 6 സ്ഥലത്ത് പോയി, ഒരു പൈസയും തന്നിട്ടില്ല. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് മെനിങ്ങാന്ന് പോയതിൻ്റെ ഒരു 300 രൂപ ഇപ്പം എനിക്ക് GP ചെയ്തിട്ടുണ്ട് ഒരാൾ. അങ്ങനെ പിന്നെ അപൂർവം വരും. അത് തരുന്ന ആൾക്കാരുണ്ട്, തരുന്ന 25,000 രൂപ തന്ന ആൾക്കാരുണ്ട് പാമ്പിനെ പിടിക്കാൻ പൈസ. എനിക്ക് തോന്നുന്നു കോട്ടയം പാലയിലാണെന്നുള്ളത് 8-10 വർഷങ്ങൾക്ക് മുന്നെയാണ്. അന്ന് ഒരു പാമ്പിനെ പിടിക്കുക, വലിയ മതിലൊക്കെ പൊളിച്ച് പാമ്പിനെ പിടിക്കാൻ പോയപ്പോൾ നാട്ടുകാർ ചില്ലറ പിരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതുവഴി സിംഗപ്പൂരിൽ നിന്ന് വന്നു. അറിയാലോ, അന്ന് സിംഗപ്പൂർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതല്ല. അപ്പോൾ ഒരു അച്ചായൻ അദ്ദേഹം പറഞ്ഞ് നിങ്ങളാരും പൈസ പിരിക്കേണ്ട, പൈസ ആവശ്യമില്ല, ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞു. പുള്ളി എന്നെ പോയി പത്രക്കാരെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന്, സ്റ്റുഡിയോയിൽ നിന്ന് ക്യാമറ എടുക്കുന്ന ആളൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് പുള്ളിയുടെ വീട്ടിൽ വെച്ച് പുള്ളി എല്ലാവരെയും വിളിച്ച് കൂട്ടി. ആവശ്യമില്ല, ഞാൻ 25,000 രൂപ കൊടുക്കുന്നു എന്ന് പറഞ്ഞ് 25,000 എനിക്ക് പിറ്റേന്നത് പത്രവാർത്ത, അവിടെ കോട്ടയം ജില്ല മൊത്തം പത്രവാർത്തയുണ്ട്. ആവശ്യത്തിന് പാമ്പിനെ പിടിക്കാൻ 25,000 രൂപ കൊടുത്തു. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ചില സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും 2,000, 1,000, 3,000 ചോദിക്കാറില്ല. ഞാൻ ചില സ്ഥലത്ത് ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഒരു നിവൃത്തി വണ്ടിക്കൂലി ഇല്ലായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ തിരിച്ച് വണ്ടിക്ക് വരാൻ പോലും പറ്റത്തില്ല. ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് വണ്ടി ആക്സിഡൻ്റ് ആയതിനു ശേഷം ഞാനൊരു എന്താ പറയുക, പാറശാലയിൽ കിടന്നൊരു വണ്ടി റെൻ്റായിട്ട് എടുത്ത് ഓടി. അതിലിനി ഒരു 50,000 അവർക്ക് കൊടുക്കാനുണ്ട്. അങ്ങനെ കുറേ ഉണ്ട്, ബാധ്യതകളേ ഉള്ളൂ ഇതിൻ്റെ പിറകെ നടന്നത്. പിന്നെ ജനങ്ങളെ സേവിക്കുന്നു എന്ന് പറയാം, പക്ഷേ പാമ്പുകളെ രക്ഷപ്പെടുത്തുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കാരണം ഈ പാവപ്പെട്ട പറമ്പിലൊക്കെ ജീവിക്കുന്ന പാമ്പുകളെല്ലാം കൂടെ പിടിച്ച് കാട്ടിക്കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ അവിടെ അത് ജീവിക്കുമെന്നോ അല്ലെങ്കിൽ സർവേ ചെയ്യുന്നതിൻ്റെ ഒരു പഠനങ്ങൾ നമ്മുടെ നാട്ടിലില്ല. ഇത് പാവം അവിടെ കിടന്ന് പരസ്പര പൂരങ്ങളായിട്ട് തിന്ന് മരിക്കും. അവർക്ക് ഫുഡ് കിട്ടണ്ടേ. പിന്നെ ഒരു ദോഷം കൂടെ ഉണ്ടെന്നാണെന്നറിയാം. ഈ നാട്ടിൽ കിടന്ന പാമ്പുകളെല്ലാം കൂടെ കൊണ്ട് കാട്ടിൽ വിടുന്ന സമയത്ത് ഇപ്പം നമ്മൾ ശബരിമല കാടുകളിൽ, ഇപ്പം ഞാൻ പഞ്ചാരമണ്ണ് എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് ഉള്ളിലേക്ക് പഞ്ചാരമണ്ണ്, 2 പഞ്ചാരമണ്ണുണ്ട്. പ്ലാപ്പള്ളി കിടത്തല്ല, ഉള്ളിൽ ഗവിയിലേക്ക് പോകാൻ പഞ്ചാരം. അപ്പം ഞങ്ങൾ ആറാട്ടായിട്ട് പാമ്പിനെ കൊണ്ട് തുറന്നു വിടാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ ചൂളക്കാക്ക എന്ന് പറഞ്ഞ ചെറിയ ബേഡ്സ്, ഈ താഴെത്തട്ടിൽ മുട്ടയെടുത്ത് വിരിയുന്നൊരു സാധനമുണ്ട്. അത് നമ്മൾ നോക്കിയപ്പോൾ ഹമ്മിങ് ബേഡ്സ് ഒരുപാടുണ്ടായിരുന്നു. പിന്നെ അതിന് ബുൾബുളുണ്ടായിരുന്നു. കുറേ കഴിഞ്ഞ് നമ്മൾ 2 വർഷം കഴിഞ്ഞ് വീണ്ടും അവിടെ പാമ്പിനെ പിടിക്കാൻ ചെന്നപ്പോൾ ഈ സാധനങ്ങളൊന്നും അവിടെ ഇല്ല. അപ്പോൾ ഇവരെല്ലാം താഴെയല്ലേ മുട്ടയിടുന്നത്. അപ്പോൾ ഇവന്മാർ ഈ കൂട്ടി കയറി കുഞ്ഞിനെയും തള്ളയും കൂടെ ഒരു ഭക്ഷിക്കുന്നു. അപ്പോൾ ഇവർക്ക് എന്ത് സാധനം എവിടെ കൂടിയാലും മറ്റുള്ളതിന് അപകടമായി മാറും. അങ്ങനെ യാതൊരു സംശയം സന്തുലിതാവസ്ഥ നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പിടിച്ച് അവിടെ കൊണ്ടുപോയി അവിടെ ഇല്ല. അപ്പോൾ അപ്പോഴെന്താ സംഭവിക്കുക, ഇനി കുറേ കാലം കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹമ്മിങ് ബേഡ്സ്, മറ്റ് വനത്തിൻ്റെ പച്ചിലകളെ നശിപ്പിക്കുന്ന ജീവികളെ തിന്നുന്ന പക്ഷികളൊക്കെ ഇല്ലാതാകുമ്പോൾ അവർ വർദ്ധിക്കും. അപ്പോൾ നമുക്ക് പച്ചിലകൾ നഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് കാടിൻ്റെ വന്യത കുറയും. അത് നമുക്ക് എന്തായാലും പ്രശ്നമില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ 2 പാമ്പിനെ എടുത്ത് വിട്ടാൽ 2 പാമ്പിനെ, അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ അവസാന കാലഘട്ടങ്ങളിൽ വിട്ടുകൊണ്ടിരുന്നത്. ഞങ്ങളെ പഠനം. എന്നിട്ട് ഞാൻ അന്നത്തെ ആറാട്ട് അനുഭവത്തിൽ ഓരോരുത്തരും അങ്ങനെ വേറെ ആരും ചെയ്തിട്ടില്ല, ഒരു സ്ഥലത്തും ചെയ്തിട്ടില്ല. ഇന്ന് പലരും പാമ്പിനെ പിടിച്ച് കാട്ടിക്കൊണ്ട് വിടണം എന്ന് പറഞ്ഞാൽ ആളില്ലാതെ ഏതെങ്കിലും കുറ്റിച്ചെടിയുടെ മൂട്ടിക്കൊണ്ട് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നു. ആ പാമ്പിനെ തന്നെ കുപ്പി ചാക്കോടി വേറെ സ്ഥലത്തുകൊണ്ട് വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്നു. എന്തിനാണെന്ന് അറിയാമോ? ഞാൻ ഇത്രണ്ണം പിടിച്ചു എന്ന് കാണിക്കും. ഞങ്ങൾക്ക് 100 കണക്കിന് തെളിവുകൾ ഞാൻ തരാം. ഇതാണ് ഇന്ന് നടക്കുന്നത്. ഞാനിപ്പോൾ പിടിക്കുന്ന എൻ്റെ ഡയറി പരിശോധിച്ച് ഞാൻ എവിടെ പോയാലും അവരുടെ വീട്ടിൽ നിന്ന് അഡ്രസ്സ് എഴുതി വാങ്ങും, ഫോൺ നമ്പർ എഴുതി വാങ്ങി, എല്ലാം എഴുതി വാങ്ങിയിട്ട് പാമ്പിൻ്റെ ഐറ്റം എഴുതി വാങ്ങിച്ച് ഏതാണ് പാമ്പ് എന്ന് ഇനവും കൂടെ എഴുതി വാങ്ങും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ വന്യത നഷ്ടം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ ഇപ്പം ഞാൻ പാമ്പിനെ ഇങ്ങനെ തലയിൽ പിടിക്കുമ്പോൾ പാമ്പ് മരിച്ചു പോകുന്നതാണ് ഇവർ പറയുന്നത്. ഞാനിപ്പോൾ 2006 2-3 രാജവെമ്പല അങ്ങനെ പിടിച്ചിട്ടുണ്ട്, ആദ്യത്തെ കാലഘട്ടം 2-3 രാജവെമ്പല. പിന്നെ അത് ഞാൻ ഇങ്ങനെ ചുമ്മാ കളിച്ച് കാണിക്കുകയാണ് ചെയ്തിട്ട്. അതാണ് അവർ മറ്റേ ആ ചാനൽ പരിചയം പറഞ്ഞൊരു ഇത്. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ ഇരുള സൊസൈറ്റിക്ക് മാത്രമേ പാമ്പിൻ്റെ വെനമെടുക്കാൻ പെർമിഷൻ ഉള്ളൂ. അപ്പോൾ അവർ സൊസൈറ്റിക്കാർ കാട്ടിൻ്റെ അവിടെ കൊണ്ടുവച്ച് കുപ്പി വെച്ചിട്ട് പാമ്പിനെ വിളിക്കുമ്പോൾ പാമ്പ് വന്ന് വെനയിൽ തുപ്പിയിട്ട് കടിച്ചു വെച്ചിട്ട് പോകും. തലയിൽ കുത്തി പിടിച്ച് കടിപ്പിച്ച് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ അവരൊക്കെ പൊട്ടന്മാരാണ്. ആ പാമ്പുകളൊക്കെ ചത്തു വീണ ചെയ്യുന്നത്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള സയൻറ്റിസ്റ്റുമാർ റിസർച്ച് സെൻറ്ററിൽ സ്നേക്ക് വെനം റിസർച്ച് ചെയ്യുന്ന പാമ്പുകളിലൊക്കെ പാമ്പടിയിൽ നിന്ന് മരുന്നൊക്കെ കണ്ടുപിടിച്ച ആൾക്കാരൊക്കെ വെനം മിൽക്കിനെ തലയിൽ പിടിച്ചിട്ടാണ്. തലയിൽ പിടിച്ച് ആ പാമ്പ് മരിച്ചു പോകുന്നുണ്ട്. അവരതിനെ പറഞ്ഞ് അവിടെ തന്നെ വളർത്തുകയാണ് ചെയ്യുന്നത്. എത്ര കാലം അത് ജീവിക്കും? അപ്പോൾ ഇതൊക്കെ അടിസ്ഥാനപരമായിട്ട് ഇത് എനിക്ക് നേരെ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാത്രം ചെയ്യുന്ന കുറേ സംവിധാനങ്ങളാണ്. ഞാൻ 2006 പിടിക്കുന്നത്. 2017 ഒരു ചെറുപ്പക്കാരൻ ഒരു രാജവെമ്പല പിടിക്കുന്ന ഭയങ്കര പാനലിലുണ്ടായിരുന്ന ഇങ്ങനെ അറ്റത്തിരുന്ന ഒരാൾ ഭയങ്കര കഥ ഇത് കണക്ക് തലയിൽ പിടിച്ച കാര്യമാണ് പറഞ്ഞ് എൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് അവർ ക്ലാസ് എടുക്കും. എൻ്റെ ഞാൻ പാമ്പിനെ കഴുത്തിട്ടിരിക്കുന്ന രാജവെമ്പല 2006 പിടിച്ചൊരു ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ പാടില്ല, അങ്ങനെ പിടിക്കാൻ പാടില്ലെന്ന് ക്ലാസ് എടുക്കും. സർക്കാർ സംവിധാനത്തിലാണെന്ന് കൂടി ഓർമ്മയാണ്. ഒരാളിനെ ഞാനാണ് ആദ്യമായിട്ട് തുടങ്ങി വെച്ചത് നിങ്ങൾ ഓർമ്മ. അത് കഴിഞ്ഞു അദ്ദേഹം തന്നെ ഒരു പാമ്പ് 2017 ഇങ്ങനെ തലയിൽ പിടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പാമ്പിൻ്റെ വയറിങ്ങനെ വീർത്തിരിക്കുന്നു, പെരുമ്പാമ്പാണ്. അതിൻ്റെ മറുവശം വാല് വേറെ ആളിൻ്റെ കൊണ്ട് ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത്. പുള്ളി ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോസുകൾ എൻ്റെ.
എന്നിട്ട് ആ പാമ്പ് എന്താണെന്ന് അറിഞ്ഞാത്ത ആ ആളിനെ കൊണ്ട് അടുത്ത ഫോട്ടോ ഈ പാമ്പിനെ തന്നെ തലയെ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന കടുത്ത് ഞെരിക്ക് പിടിച്ചിരിക്കുന്ന ഫോട്ടോ വലിയൊരു ആ പാമ്പ് എന്താണെന്ന് അറിഞ്ഞിടാത്ത ആളിനെ കൊണ്ട് ഈ തലയിൽ പിടിച്ച് വെച്ച് അയാൾ മുണ്ടെടുത്തുകൊണ്ട് കുത്തിയിരിക്കുന്ന ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇവർ സേഫ്റ്റി എന്ന് പറയുന്നൊരു സാധനം, ഒരു 1000 ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, ചെരുപ്പിട്ടുകൊണ്ട് പാമ്പിനെ പിടിക്കുന്ന ഫോട്ടോ ഓരോരുത്തർ. ഇതിലൊന്നും ഒരു അർത്ഥവുമില്ല. പണ്ട് കാലങ്ങളിൽ ആൾക്കാർ പാമ്പിനെ പിടിച്ചില്ല, അന്നെല്ലാം അവർ ഗംബൂട്ടൊക്കെ ഇട്ടിട്ടാണ് പിടിച്ചത്. എത്ര പേർക്ക് പാമ്പ് കടിയിൽ കാലിൽ കടിയിട്ടിട്ടുണ്ടെന്ന് പറയാൻ പറ്റും പാമ്പ് പിടുത്തക്കാർക്ക്? ആർക്കുമില്ല. ഇതെല്ലാം ചുമ്മാ ചില ആൾക്കാർ എന്താ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് നല്ല ഭീമമായ സംഖ്യ കൊടുക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ടോ അങ്ങനെ എന്തോ ഒരു സംഭവത്തിൻ്റെ അങ്ങനെ എന്തോ അല്ല, അങ്ങനെയാണ് ഇത് പൊക്കോണ്ട്. അങ്ങനെ എന്തോ എന്നല്ല, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കുറേ ആൾക്കാർ അടിമകളാക്കി, ആളുകൾ വെറുത്തു. നിങ്ങൾക്കറിയാമോ, ഈ ആപ്പ് എന്ന് പറഞ്ഞ സാധനത്ത് ആൾക്കാർ വെറുത്തു. കണ്ണൂർ എറണാകുളം ജില്ലയിൽ 40ഓളം പേര് 38ഓളം പേര് മാറി ഇതിൽ നിന്ന്. തൃശ്ശൂർ ജില്ലയിലും മാറി, കണ്ണൂർ ജില്ലയിലും മാറി. ഇവരുടെ പീഡനം, നിങ്ങൾ അങ്ങോട്ട് പോകാൻ പാടില്ല, ഇങ്ങോട്ട് പോകാൻ പാടില്ല. എന്നിട്ട് എന്താ ചെയ്യാമെന്നറിയാം? ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു ആപ്പിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ പാമ്പിനെ പിടിക്കാൻ പോകുമ്പോൾ ഇതിൽ നിൽക്കുന്ന ചില ഓഫീസർമാരല്ല, അല്ലാത്തവർ ആ വീട്ടിൽ വിളിച്ചിട്ട് ഇന്നാളൊന്ന് പാമ്പിനെ പിടിച്ചു, പൈസ വാങ്ങിയോ? പൈസ പിന്നെ വാങ്ങാതെ ഇവർ കൊണ്ട് കൊടുക്കുമോ? ആ പാവപ്പെട്ടവൻ പോണവൻ കൂലിപ്പണിക്കാരനായിരിക്കും. അവനൊരു പാമ്പിനെ പിടിക്കാൻ ഒരു വീട്ടിൻ്റെ മാളത്തിനകത്ത് പാമ്പ് കയറി, അവൻ വെട്ടിക്കിളച്ച് 2-3 മണിക്കൂർ എടുക്കും. അവന് തിരിച്ചു വന്നാൽ അവന് ജോലിക്ക് പോകാൻ പറ്റില്ല. അവന് ഭാര്യയും മക്കളും ഉണ്ടാവും. അവർക്ക് എന്തെങ്കിലും സൈക്കിൾ പമ്പെടുത്ത് വെച്ച് കാറ്റടിച്ചു കൊടുക്കുമോ? അപ്പോൾ അവന് പൈസ വാങ്ങണ്ടേ? അതൊക്കെയാണ് കുറ്റമായിട്ട് കണ്ടുപിടിച്ചു നടക്കണേ. ഇല്ലെങ്കിൽ എവർ കൊടുക്കണ്ടേ? ഇല്ലെങ്കിൽ എവർ കൊടുക്കണം. ഒരു പാമ്പിന് ഇത്ര രൂപ പിടിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് സേവനം ചെയ്യുന്ന എത്ര പാവപ്പെട്ട എല്ലാ രീതിയിൽ പാമ്പിനെ പിടിക്കാൻ പോകുന്ന 2-3 പേരുണ്ട് ഇപ്പം ഫ്രീ ആയിട്ട് ചെയ്യുന്നത് നടക്കണം. അവരൊക്കെ 1 ലക്ഷം 2 ലക്ഷം രൂപ ശമ്പളത്തിന് എന്താ പറയുക കമ്പനികളിൽ ജോലി ചെയ്യുന്നവരാണ്. എന്നിട്ട് അവർക്ക് കിട്ടുന്ന സമയത്താണ് പോണത്. അത് വലിയ വാർത്തയാക്കുന്നു. ഇവിടെ പാവപ്പെട്ട കൂലിപ്പണിക്കാരൻ 24 മണിക്കൂറും പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചോദ്യം, ഈ ഒരു ആപ്പ് ഉണ്ടാക്കിയെന്നത്, ഈ പാവപ്പെട്ട ഇതിൽ 90% പേർക്കും പാമ്പുകളുടെ ഇംഗ്ലീഷ് പേര് കോബ്ര, ക്രൈറ്റ് ഇങ്ങനെ അറിയാമെന്നുള്ളതല്ല, അതിൻ്റെ ഒന്നും അറിഞ്ഞൂടാ. ഇത് കേരളത്തിലെ ആപ്പാണെങ്കിൽ മലയാളത്തിലല്ലേ ചെയ്യേണ്ടത്? സർക്കാരെങ്കിൽ അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. ഇതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ. എങ്കിൽ കേരളത്തിലുള്ള പാമ്പുകളുടെ മാത്രമല്ല ഇതിൽ വരേണ്ട ഡാറ്റാസ്. എന്താണ് ഇന്ത്യയിലെ മൊത്തം പാമ്പുകളുടെ ഡാറ്റാസ് ഇതിൽ കൊടുത്തിരിക്കുന്നത്? എന്തിനാണ് കൊടുത്തേക്കുന്നത്? അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇത് പ്രൈവറ്റ് പാർട്ടിയുടെ സാധനമാണെന്നുള്ളത്. ഇത് നമ്മൾ PhD എടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇത് മാറി ഒന്നുകിൽ ഇത് വനം വകുപ്പ് ഏറ്റെടുത്ത് ഇത് അവരുടെ അണ്ടറിൽ വന്നാൽ ഇത് നന്നാവും. വനം വകുപ്പ് വന്ന് ഏറ്റെടുത്ത് അവരുടെ കീഴിൽ നടത്തണം. ഒരിക്കലും വെളിയിലൊരാളിന് എൻ്റെ ചുമതല കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഡീറ്റെയിൽസ് മുഴുവനും വെളിയിൽ പോകും. ഇപ്പോൾ ഇവർക്ക് വനം വകുപ്പ് തന്നെ ഈ പിടിക്കുന്ന പാമ്പുകൾ, ഇപ്പോൾ പിടിക്കുന്ന പാമ്പിൻ്റെ ഡാറ്റാസ് ഡേറ്റ് കളക്ട് ചെയ്ത് ഇവർക്ക് തന്നെ എന്തെല്ലാം പർപ്പസ് ഉണ്ടാക്കുമ്പോൾ ഇതിൻ്റെ ബുക്കുകളൊക്കെ തയ്യാറാക്കാം. ഇത് നമുക്ക് വിൽക്കാൻ പറ്റും. പാമ്പുകളുടെ രീതിയിൽ കേരളത്തിലെ പാമ്പുകളെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഇവിടെ എന്തെങ്കിലും പഠനമുണ്ടോ? ഒന്ന് പറയൂ നിങ്ങൾ. ഇതൊക്കെയാണ് ഞാൻ ചോദിക്കുമ്പോൾ എന്നെ കണ്ടുകൂടാതെ. ഒരു കാര്യം ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഒരുത്തൻ്റെ അപ്പനെ വിളിക്കുന്നില്ല, അമ്മയെ വിളിക്കുന്നില്ല, ഒരു അനാവശ്യം ഞാൻ പറയുന്നില്ല. എന്നെ ആരും വേണേൽ വിളിച്ചോട്ടെ. ഇപ്പം നമ്മുടെ ഭാരതം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിപക്ഷം ഇല്ലേ? അവിടെ പ്രതിപക്ഷം ഇല്ലേ? അപ്പോൾ എന്തെങ്കിലും മോശം വന്നാൽ അത് അവർ പ്രതികരിക്കുന്നുണ്ടല്ലേ? അവർ നേരെയാവുന്നത്. സംസ്ഥാനം ഭരിക്കുന്നു, പ്രതിപക്ഷം ഇല്ലേ? അപ്പോൾ അവർ പറയുന്നുണ്ടല്ലേ അവർ ചില കേസുകൾ ചെയ്യാൻ വരുമ്പോഴത്തേക്കും അത് നേരെയാക്കുന്നത്. അത് അങ്ങനെയല്ല, ഇങ്ങനെ ചെയ്താൽ കൊള്ളാമെന്ന് പറയുമ്പോൾ അതല്ലേ. അപ്പോൾ ഇത് നമ്മളെപ്പോലുള്ള ഒരാൾ പ്രതിപക്ഷത്തുണ്ടെങ്കിലേ അത് നേരെ പോവുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും നേരെ ആകുമ്പോൾ ഇത് തോന്നിയ പടി ഇത് 2-3 ചിന്തയിൽ പ്രവർത്തിച്ച് അതിനെ ഇല്ലാതാക്കും. ഇത് നാശത്തിലേക്ക് പോകും. ഇനിയും ഉത്തരകൾ കേരളത്തിൽ ഉണ്ടാവും. അതിന് യാതൊരു സംശയം. ഉത്തരയെ പോലെ സഹോദരന്മാരെ നഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അച്ഛനെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവും, അമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്ന, അതിലൊക്കെ തമ്മിലുള്ള വഴക്കുണ്ടാവുന്നത് എവിടെയെങ്കിലും പിടിച്ചിട്ട് നൈസിൽ കൊണ്ട് വിട്ടുകൊടുക്കുന്ന ഒരുപാടുണ്ടാവും. ഇപ്പോഴില്ലെന്നാ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? പല സ്ഥലത്തും പാമ്പില്ലാത്ത സ്ഥലങ്ങളിൽ പാമ്പിനെ കാണുന്നു. എവിടെ നിന്ന് വരുന്നു? എൻ്റെ 40 വർഷത്തെ എക്സ്പീരിയൻസിൽ ഒരിക്കലും ഒരു മൂർഖനെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ മൂർഖൻ പാമ്പുകൾ ധാരാളം കാണും. എവിടെ നിന്ന് വരുന്നു? ഒരു പഠനമുണ്ടോ ഇവിടെ? ഇതൊക്കെ ചോദിക്കുന്നതാണ് തെറ്റ്. എനിക്ക് ജനങ്ങൾ വലുതാണ്, എൻ്റെ പാമ്പും എനിക്ക് വലുതാണ്, അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളും എനിക്ക് വലുതാണ്. അവരെയും സംരക്ഷിക്കേണ്ട എൻ്റെ ചുമതലയാണ്. അപ്പോൾ അതുകൊണ്ട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതിലെന്നെ കുറ്റം പറഞ്ഞിട്ട് ഞാൻ കള്ളുപിടിക്കാനെന്ന് എന്ത് പറഞ്ഞാലും എനിക്കൊരു പ്രശ്നമേ അല്ല. ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. ആളുകൾ കേൾക്കുന്നത് എന്തോ വലിയ എന്താ പറയുക വലിയ സംഭവമാണ്. നമുക്കൊക്കെ ഭയങ്കര സാമ്പത്തികമുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട് ജപ്തിയാണ്. എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും താമസിക്കുന്ന സ്ഥലം, അച്ഛൻ മരിച്ചു, അമ്മയും അനിയത്തി മാത്രമേ വീട്ടിലുള്ളൂ. ആ വീട് 15-20 വർഷങ്ങൾക്ക് മുന്നേ ലോൺ എടുത്ത വീടാണ്. അത് ജപ്തിയാണ്. ജപ്തി നോട്ടീസ് ഒട്ടിക്കാൻ വേണ്ടി കഴിഞ്ഞ പിന്നെ മന്ത്രിയൊക്കെ പോയി കണ്ടത് കുറച്ച് ദിവസത്തേക്ക് ഒന്ന് മാറ്റി വെച്ചിരിക്കുന്നു. Own your pride.
Pride Diamond Collections by Joya Lucas, world's favorite jeweler. എന്താ ചൂട്, അല്ല എന്ത് ചൂട്. ഈ സമ്മർ കൂളാക്കൂ ഓക്സിജനോടൊപ്പം. ഏറ്റവും മികച്ച എ സികളുടെ ഏറ്റവും നല്ല ഓഫേഴ്സിന് വിസിറ്റ് ചെയ്യൂ ഓക്സിജൻ, ദ കൂളിംഗ് എക്സ്പെർട്ട്.